നോച്ച് നമ്മൾ കുറെ നാളായില്ലേ കണ്ടിട്ട്, കുറെ നാളായില്ലേ കണ്ടിട്ട്. ചാരലി വലിയ കുട്ടിയായോ? ചാരപ്പെണ്ണ് വലിയ കുട്ടിയായോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും? കുറേ നാളുകളായി നമ്മൾ ഈ ഒരു ഡയലോഗ് കേട്ടിട്ടല്ലേ. ഇനി അങ്ങോട്ടേക്ക് കേൾക്കാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് നല്ല മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാണ് കേട്ടോ. എല്ലാവർക്കും വിഷ് ചെയ്യാണ്. ഒരുപാട് നല്ലൊരു വർഷമാവട്ടെ 2026. 2025 എത്രത്തോളം പോകുന്നതായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് നല്ലതായിരുന്നു എന്ന് ഞാൻ പലവട്ടമായി പറയണു. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടു കാണും. അല്ലാത്തവർക്ക് അതറിയില്ല കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബിൽ മാത്രമാണ് ആക്റ്റീവ് അല്ലാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ആക്റ്റീവായിരുന്നു. ദൈവത്തിനോട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളും അങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. അറിയില്ല, എല്ലാതും വരുന്ന പോലെയാണ് അല്ലേ. നമുക്ക് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് നടക്കും. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എന്ത് വന്നാലും നേരിടാനുള്ളൊരു ശക്തിയൊക്കെ തന്ന് ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ ചെടികളൊക്കെ വലുതായില്ലേ. നിങ്ങൾ കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ കണ്ടതായിരിക്കും. ഒക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമ്മൾ യൂട്യൂബ് ഈ ഒരു വർഷം തൊട്ട് നല്ല ആക്റ്റീവായിട്ട് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നും പറയുന്ന പോലെയല്ല. കാരണം ഇത് ഞാൻ എന്താ പറയുക, ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമൊന്നുമല്ല കേട്ടോ. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇന്ന് വരെ ഞാനെടുത്ത് അത് വിജയിപ്പിച്ചൊരു ചരിത്രമില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കലാപരിപാടിയിലേക്ക് കടക്കുന്നേ ഇല്ല. പക്ഷെ ഇതെൻ്റെ ഒരു തീരുമാനമാണ്. ആഴ്ചയിലൊരു 3 വ്ളോഗെങ്കിലും ഇടണം എന്നുള്ളൊരാഗ്രഹം. ആഗ്രഹങ്ങളാണല്ലോ അല്ലേ എല്ലാതും. തണുപ്പായ കാരണം കാല് വയ്ക്കുന്ന എല്ലാ മേഖലയിലും വിജയിച്ച് കാണാൻ ഞാൻ അംബാനിയുടെ മോളൊന്നല്ലല്ലോ. അപ്പോൾ വിജയിക്കണ മേഖലകൾ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാവൂ എന്നൊന്നുമില്ല. നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ യൂട്യൂബിലുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ കുറേ മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ്. പിന്നെ കുറേ മടിയുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു കാര്യം, ഇതിന് മാത്രം സമയമില്ലാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടെന്നേ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. മെയിനായിട്ട് നമുക്ക് കണ്ടൻറ്റ് വേണം. പലരും നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ എടുക്കുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട്ടിലത്തെ ഓരോരോ കാര്യങ്ങൾ, നമ്മൾ പുറത്ത് പോകുന്ന ഓരോരോ കാര്യങ്ങൾ എല്ലാം അത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും. സത്യം പറഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം നമ്മൾ അമ്മയും മക്കളും ഉണ്ട്. അവർക്ക് എത്രത്തോളം ഫുഡ് വേണ്ടി വരും. അപ്പോൾ എനിക്ക് എക്സ്ട്രാ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയിട്ട് വേസ്റ്റിൽ കൊണ്ടുപോയിടേണ്ടി വരും. ഇവിടെ ഇവർ കഴിക്കുന്നതാണെങ്കിലും ഞാൻ കഴിക്കുന്നതിനാണെങ്കിലൊക്കെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതിന് കൂടുതൽ നമുക്ക് കഴിക്കാനും പറ്റില്ല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ഉണ്ടാക്കി അതങ്ങനെ വേസ്റ്റാക്കി കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ രമണ, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ തള്ളി പോകുന്നത് എന്നാണ്. കാലത്ത് തന്നെ നമ്മൾ ബ്ലഡൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം ഞാൻ അലർജിയുടെ മരുന്നൊക്കെ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോർമലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ഇപ്പം മരുന്നൊക്കെ കഴിച്ചതുകൊണ്ട് ആൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും തലപൊക്കി വരും. അപ്പം നമുക്ക് വീണ്ടും കാണാം ഡോക്ടറെ. ഹായ് പറ. ഹായ് പറഞ്ഞേ. ആ മുനിമ്പൈനൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ അല്ലേ. നമ്മളെവിടെ പോയാലും കുറേ പേര് വന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പേരല്ല, എന്നാലും കുറച്ച് പേരൊക്കെ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ആരെങ്കിലൊക്കെ മിണ്ടാതെ പോവാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാസ്തവം. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത് ഞാനിവിടെ എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? ഈ പരിചയപ്പെടുന്ന 10 ആളുണ്ടെന്ന് വിചാരിക്കുക. ആ 10 ആളിൽ 8 ആളിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ചേച്ചി യൂട്യൂബർ അല്ലേ എന്നാണ്. കാരണം യൂട്യൂബിൽ എൻ്റെ പേര് കറക്റ്റ് ഇവർക്ക് അറിയില്ലായിരിക്കും. സന എന്നുള്ള പേര് അറിയില്ല. പായുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പായൂസ് വ്ളോഗ് അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കുറേ നാളായിട്ട് സംസാരിക്കാണ്ടേക്ക് സംസാരമൊന്നും ക്ലിയർ ആവണില്ല കേട്ടോ. ശരിയാക്കി എടുക്കാൻ നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കണത് ഈ ഒരു യൂട്യൂബിൽ ഞാനിട്ടിട്ടുള്ള കുറച്ച് വീഡിയോസിൻ്റെ ബലത്തിലാണ്. ഞാൻ ആലോചിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടിക്ടോക്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിലാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ഫോളോവേഴ്സ് ഉണ്ട്.
ഫേസ്ബുക്കൊക്കെ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് 100+ ഒക്കെ എന്താ പറയുക ഫോളോവേഴ്സൊക്കെ ആയി കേട്ടോ. അതിവിടെ യൂട്യൂബിലുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കുത്തിയിരുന്ന് 2 വർഷമായിട്ടും ഇപ്പോഴും 50K തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതോടൊക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് പോലും എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഞാനൊരു യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ സത്യത്തിൽ അന്താളിച്ചു പോകാറുണ്ട് കേട്ടോ. കാരണം എന്താ അങ്ങനെ ഒരു ചോദ്യം? കാരണം ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല ഞാനൊരു യൂട്യൂബറാണെന്ന്. കാരണം ഞാൻ സക്സസ് ആയി യൂട്യൂബിൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ആണോ അല്ലയോ എന്താ പറയണ്ടേ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത്. പക്ഷെ അതല്ല, ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നതല്ലേ, ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്ന ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കത്ര സന്തോഷമുള്ളൂ. ആന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സാക്ഷി കുത്ത്. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നമ്മൾ കുറേ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. അല്ലെങ്കിൽ ഫോളോവേഴ്സ് സ്റ്റക്കാവുന്നത് നമ്മുടെ ചാനലിന് പ്രത്യേകിച്ച് ഒരു ദോഷമോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും കെടുക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ നമുക്ക് തലവര ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എന്ത് തന്നെയാവട്ടെ, ഇനി എന്തായാലും നമ്മൾ മുന്നോട്ട് വെച്ച കാലേ പിന്നോട്ട് എടുക്കുന്നില്ല. ചിലപ്പോൾ ഈ 50K ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും ഫോളോവേഴ്സ്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, അതായത് നമ്മുടെ ആ പ്ലേ ബട്ടൺ ഒന്ന് കയ്യിൽ കിട്ടണം. ഗോൾഡൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല, ആ സിൽവർ പ്ലേ ബട്ടണെങ്കിലും എൻ്റെ കയ്യിലൊന്ന് ഇരിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ആഗ്രഹം മാത്രമായിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അമ്മൂട്ടി തീപിടുത്തുണ്ടാക്കി ഗൈസ്, അമ്മൂട്ടീനിട്ടാ തീപിടുത്തുണ്ടാക്കിയത്. പാപ്പൻ്റെ പറമ്പിലേക്കൊക്കെ തീ കത്തിരിക്കുന്നു. വെള്ളം കോരി ഒഴിക്കലായിരുന്നു കേട്ടാ. സൂപ്പർവൈസറോടെ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർവൈസറായിരിക്കും ഞങ്ങൾ പണിയെടുക്കുന്നത് നോക്കിയിരിക്കുന്ന സൂപ്പർവൈസർ പേടിച്ച്, വേണ്ട പറയുന്നില്ല വാക്ക്. അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ തത്തച്ചുണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാമല്ലേ. ഇന്ന് പതിവ് പോലെ സാധാരണ ഒരു ദിവസം പരിപ്പും പടവലങ്ങയാണ് കറി വെക്കണത്. പിന്നെ എന്താ, ഇന്ന് വെക്കേഷൻ്റെ സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും വലിയ കോമഡി എന്താണെന്നറിയോ, നവംബർ 27 ആയിരുന്നില്ലേ പയ്യൻ്റെ പിറന്നാൾ. അതിൻ്റെ 2 ദിവസം മുന്നായിരുന്നു കേട്ടോ അവളുടെ നാൾ വരുന്നത്. അപ്പോൾ നവംബർ 25 തൊട്ടിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് എൻ്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കൊണ്ട് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ, അതായത് പയ്യൻ്റെ പിറന്നാളിൻ്റെ വ്ളോഗ് ഇപ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാനിത് കഴിഞ്ഞിട്ട് പോസ്റ്റാക്കാം. പിന്നെ നിങ്ങളോട് പറയാൻ മറന്നു, നമുക്ക് ചെറിയൊരു ജോലി സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുഞ്ഞു ജോലി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹെർബൽസിൻ്റെ എന്താ പറയുക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കുറച്ച് ബിസി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ നാളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു ഇൻട്രോ കൊടുക്കണ പോലെ നമ്മുടെ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ തൊട്ട് നമ്മൾ സെറ്റാക്കും, എല്ലാം സെറ്റാക്കും. അതെ, ഈ വാട്ടർ പ്യൂരിഫയർ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. നല്ല അഹങ്കാരത്തോടു കൂടി പറയുകയാണ് കേട്ടോ. കാരണം ഇത് ഏട്ടൻ കേൾക്കാൻ വേണ്ടി പറയുന്നത് തന്നെയാണ്. കുറേ നാളായിട്ടുണ്ട് പറയണം വാട്ടർ പ്യൂരിഫയർ വെക്കണം എന്ന്. പക്ഷേ ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, വെക്കണില്ല. അവസാനം ഞാൻ തന്നെ എടുത്ത് വെക്കേണ്ടി വന്നു കേട്ടോ. ഇന്ന് നമുക്ക് നല്ല സുഭിക്ഷമായ ആഹാരമായിരുന്നു കേട്ടോ. നല്ല മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മത്തിനെ നമ്മുടെ ഇവിടെ പറയില്ല, ചാള എന്നാണ് പറയുക. ചാള വാങ്ങിച്ച്, അതും നല്ല കുട്ടി ചാള വാങ്ങിച്ച് നന്നാക്കി 1/2 കിലോ വാങ്ങിച്ചു. 1/2 കിലോ നന്നാക്കിയിട്ട് വറുത്തിട്ട് 2 ദിവസം കൊണ്ട് ഞാനും ഭായും കൂടെ തിന്ന് തീർത്തു കേട്ടോ. അത് 1 2 3 4 തക്കതിമി കൈന്റെ താളം പോണണ്ട. എനിക്ക് പറ്റില്ല. ജസ്റ്റ് 1 2 തക്കതിമി താക്കിയിട്ടായപ്പോൾ ഞങ്ങൾ അവണങ്ങാട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ജസ്നേനെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അക്കുനെ കാണില്ല. അതെ, ഇങ്ങോട്ട് ഓടിയതാ അതെ, ഞാൻ കൂടെ ഓടുന്നത്. ശരി പൊക്കം
പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. ആദ്യം ഞാൻ താറിക്കും, എന്നിട്ട് ഞാൻ ബുള്ളറ്റ് എടുക്കും. ഞാൻ നോക്കില്ല, ഒരു കടി തരും അത്. അത് സ്റ്റാർട്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ചാടില്ല. അയിനോ അമ്മേ, അമ്മ അന്ന് സിനിമയ്ക്ക് വിളിക്കുമ്പോ പോവാർന്നെങ്കിൽ അമ്മ പാരായേന്. ഏതെങ്കിലും ഒക്കെ ഒരു സിനിമയ്ക്ക് അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്നമ്മ പോവാർന്നെങ്കിൽ ഒരു ഹസ്കിനെ വാങ്ങാറുണ്ട് നമുക്ക്. ഒരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. കുറേ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലെങ്കിലും കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. ഇനി അങ്ങോട്ടേക്കും മയൂരിയിലത്തെ പിള്ളേരുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം. അപ്പം നമ്മൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. ആർച്ചയുടെ മോളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു, അതുപോലെ ഐശ്വര്യയുടെ മോളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തൊഴാൻ പറ്റിയില്ല. തൊഴാൻ നമ്മൾ സ്കൂൾ തുറക്കണതിനെക്കാട്ടും മുന്നത്തൊരു ദിവസം പോയിട്ട് മനസ്സ് നിറഞ്ഞ് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ.